നമസ്കാരം, എല്ലാവർക്കും ഒരിക്കൽ കൂടി ബ്രെയിൻ ടെക്കിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു നംപൈ കൂടുതലും അറേസിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. എന്നാൽ ഈ ക്ലാസ്സിൽ നമ്മൾ കാണാൻ പോകുന്നത് മാറ്റ്പ്ലോട്ലിബ് ആണ്. പേരിൽ തന്നെ ഉണ്ട് എന്തിനാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. കൂടുതലും വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്, പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാര്യം നമുക്ക് കുറെ ഡാറ്റ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ആ ഡാറ്റ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്യണം. അത് ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നമ്മളൊരു ഗ്രാഫിക്കൽ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് നമ്മൾ വിഷ്വലൈസ് ചെയ്യുമ്പോഴാണ്. അപ്പൊ മാറ്റ്പ്ലോട്ലിബ് എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്, ഡാറ്റ വിഷ്വലൈസേഷന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ നോക്കിയാൽ അറിയാം, പേരിൽ തന്നെ ഉണ്ട് പ്ലോട്ട്. ലിബ് എന്ന് പറയുന്നത് ലൈബ്രറിയാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ മാറ്റ് വരുന്നത് ശരിക്കും മാറ്റ് എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിന്റെ ഈച്ചോ കോപ്പിയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറ്റ്പ്ലോട്ലിബ് എന്ന് പറയുന്നത്. ഈ ലൈബ്രറി കണ്ടുപിടിച്ച ആള് ശരി PhD പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് മാറ്റ് എങ്ങനെയാണോ പ്ലോട്ടിങ് അതുപോലെ നംപൈ ഉപയോഗിച്ചിട്ട് അദ്ദേഹം ഒരു ലൈബ്രറി ഉണ്ടാക്കുമായിരുന്നു. അതാണ് പിന്നീട് മാറ്റ്പ്ലോട്ലിബ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ അതാണ് അതിന്റെ ഒരു ചെറിയൊരു ചരിത്രം. നമുക്ക് നോക്കാം ഏതൊക്കെ ലൈബ്രറീസ് ആണ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യം തന്നെ മാറ്റ്പ്ലോട്ലിബ് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നു. MPL എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു നിക് നെയിമിൽ വിളിക്കുന്നു. പിന്നെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്നത് അതിൻ്റെ അകത്തുള്ള ഫംഗ്ഷനായ പൈപ്ലോട്ട് ആണ്, പ്ലോട്ടിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ PLT എന്ന് പറഞ്ഞ് നമ്മൾ വിളിക്കുന്നു. പിന്നെ numpy_mp, ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട കമന്റ് നമ്മൾ ഉപയോഗിക്കുന്നത് %matplotlib inline എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമന്റ് ആണ്. ഇതിനെ പൊതുവെ മാജിക് കമന്റ് എന്നാണ് പറയാറ്. ഇത് എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമ്മൾ ഇൻലൈൻ പ്ലോട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഇൻലൈൻ പ്ലോട്ടിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു എക്സാമ്പിൾ, ചേഞ്ചിങ് ദ കളർ മാപ്പ്. കളർ മാപ്പ് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് പ്ലോട്ടിംഗ് ആണ്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഫ്രം സെൽസ് ബിലോ ദ സെൽസ് ദാറ്റ് ക്രിയേറ്റ് എ പ്ലോട്ട്. അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു പർട്ടിക്കുലർ കൈൻഡ് ഓഫ് പ്ലോട്ട് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെല്ലിൽ, അത് അടുത്ത സെല്ലിലേക്ക് വരുമ്പോൾ അത് ചേഞ്ച് ചെയ്യാതെ തന്നെ അത് റീറ്റെയിൻ ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത് IPython ഇന്റർഫേസിലാണ്. നമ്മൾ ജൂപിറ്റർ നോട്ട്ബുക്ക് എന്ന് പറയുമെങ്കിലും ഇതിന്റെ മുന്നത്തെ പേര് എന്ന് പറയുന്നത് ശരിക്കും IPython നോട്ട്ബുക്ക് എന്നായിരുന്നു. IPython എന്ന് പറഞ്ഞാൽ ജസ്റ്റ് അതിന്റെ ഒരു കേർണലാണ്. അതായത് എവിടെയാണ് ഈ കോഡ് റൺ ചെയ്യുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം ഒരു സെർവറിൽ ഈ കോഡ് റൺ ചെയ്യുന്നതായിട്ട്. അപ്പൊ അതിനെ നമുക്ക് IPython എന്ന് വിളിക്കാം. IPython ഒരു വെബ് ബേസ്ഡ് ഇന്റർഫേസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് സ്പൈഡർ ഉപയോഗിച്ചിരുന്നു. ആ സമയത്ത് നമ്മൾ IDE എന്താണെന്നും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു. പക്ഷെ ഇവിടെ നമ്മുടെ ഇന്റർഫേസ് എന്ന് പറയുന്നത് IPython ആണ്, അതൊരു വെബ് ബേസ്ഡ് ആണ്. അപ്പൊ ഈ രീതിയിലുള്ള വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ കമന്റ് കൊടുക്കും. മറ്റൊരു ഉദാഹരണമാണ് ഗൂഗിൾ ക്ലൗഡ്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായി എന്ന് തോന്നുന്നു. കുറെ ടെർമിനോളജി ഞാനിപ്പോൾ ഉപയോഗിച്ചു. IPython വെബ് ബേസ്ഡ്. ഇപ്പം IPython എന്താ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കാണാം, അതൊരു കമന്റ് ഷെല്ലാന്ന് കാണാം. കമന്റ് ഷെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതും എഗൈൻ ഒരു ഇന്റർഫേസ് ആണ്. നിങ്ങളുടെ കമന്റ് പ്രോമിറ്റ് പോലെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു GUI ഉപയോഗിച്ചിട്ട് നമ്മളും ഓപ്പറേറ്റിംഗ് സിസ്റ്റവും തമ്മിൽ എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഇന്റർഫേസ് ഉണ്ടല്ലോ, അത് തന്നെയാണ് IPython എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ ഗഹനമായി പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രീതി പഠിക്കുക. പക്ഷെ അല്ലെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങളിങ്ങനെ വെബ് പേജ്ഡ് ജൂപിറ്റർ നോട്ട്ബുക്കോ ഗൂഗിൾ ക്ലബോ ഉപയോഗിക്കുമ്പോൾ ഈ കമന്റ് ഉപയോഗിക്കണം എന്നുള്ള രീതിയിൽ മനസ്സിലാക്കി പോന്നാലും കുഴപ്പമില്ല. ഈ കമന്റ് കൊടുത്തില്ല എന്ന് വെച്ചിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വലിയൊരു ദോഷമൊന്നും സംഭവിക്കാൻ പോകുന്നില്ല നിങ്ങളുടെ കോഡിൽ. നമുക്കിനി എങ്ങനെയാണ് മാറ്റ്പ്ലോട്ലിബ് പ്ലോട്ട് ചെയ്യാൻ സഹായിക്കുന്നത് നോക്കാം. അപ്പൊ അതിനുവേണ്ടി ചെറിയൊരു കമന്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. x=np.linespace 0,10,100. ഇപ്പൊ ലൈൻ സ്പേസ് എന്തിനാ ഉപയോഗിക്കുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ നംപൈ പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു. നംപൈയാണ് ഇവിടെ വിളിച്ചേക്കുന്നത്. അത് എക്സിൽ സ്റ്റോർ ആവുന്നു. അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നു, രണ്ട് ആൾക്കാരെ നംപൈ തന്നെ വിളിക്കുന്നുണ്ട്, സൈൻ ഫംഗ്ഷനും കോസ് ഫംഗ്ഷനും. സൈൻ എന്താണ്, കോസ് എന്താണെന്നൊക്കെ നമ്മൾ ട്രിഗ്നോമെട്രി ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾ ആ ഒരു സെഷൻ നോക്കുക, നമ്മൾ കമന്റ് ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ബേസിക്കലി എന്താണ് ചെയ്യുന്നത്, സൈൻ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു, കോസ് ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. plot.show എന്ന് പറയുമ്പോൾ നമുക്കത് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ ഗ്രാഫ് തൊട്ട് താഴെ തന്നെ പ്ലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം സൈൻ 0 ആണ്. അതുകൊണ്ട് നമുക്കറിയാം ഈ ബ്ലൂ കളറിൽ വന്നിരിക്കുന്നത് സൈൻ ഫംഗ്ഷനും മറ്റേത് കോസ് ഫംഗ്ഷനാണ്. നമുക്ക് അതിന്റെ കോൺസെപ്റ്റ് അറിയുന്നവർക്ക് അറിയാം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും ഇല്ല. ഇവിടെ വെറുതെ X ആക്സിസും Y ആക്സിസും കുറച്ച് നമ്പേഴ്സ് മാത്രമേ വന്നിട്ടുള്ളൂ. നിങ്ങൾക്ക് ഈ രീതിയിൽ തന്നെ പ്ലോട്ട് ചെയ്യണമെന്നില്ല. ബൈ ഡീഫോൾട്ട് ആയിട്ട് ഗ്രാഫിൽ വരുന്ന ഓപ്ഷൻസ് ആണിത്, കളറും അതുപോലെ തിക്നെസ് ഒക്കെ. നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റു രീതിയിൽ പ്ലോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനൊരു ഉദാഹരണമാണ് താഴെ കൊടുത്തേക്കുന്നത്. നമ്മൾ figure=plot.figure കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏത് രീതിയിലാണ് അത് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളത് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ നമ്മൾ കോസ് ഫംഗ്ഷൻ മാത്രമേ പ്ലോട്ട് ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കാണാം അത് ഏത് രീതിയിലാണ് അത് പ്ലോട്ട് ചെയ്ത് വന്നിരിക്കുന്നത് എന്നുള്ളത്. ബൈ ഡീഫോൾട്ട് എടുക്കുന്ന കളർ എന്ന് പറയുന്നത് ബ്ലൂ ആണ്. നിങ്ങൾക്ക് കളർ മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മളത്
ഡിഫൈൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഫിഗർ ഡിഫൈൻ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫയലിനെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഏതെങ്കിലും പേരിലേക്ക് PNG ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ .save figure വെച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് കൊടുത്തിട്ട് നമുക്ക് സേവ് ചെയ്യാവുന്നതുള്ളൂ. പല ഫോർമാറ്റിംഗ് സപ്പോർട്ടഡ് ആണ്. പൊതുവെ PNG JPEG ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കാറ്. അപ്പം ഇത് നമ്മൾ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വർക്ക് ഡയറക്ടറി എവിടെയാണോ അവിടെ നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ ഇമേജ് സേവ് ചെയ്തിട്ടുണ്ടാവും. മുന്നത്തെ പ്ലോട്ടുകളൊക്കെ ശ്രദ്ധിച്ചാൽ അറിയാം, നമുക്ക് രണ്ട് പ്ലോട്ടും ഒറ്റ ഗ്രാഫ് തന്നെയാണ്, ഒറ്റ ഇന്റർഫേസിലാണ് വരുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് പ്ലോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് ഞാൻ ഓൾറെഡി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം കോസ് ഫംഗ്ഷൻ വേറെയും സൈൻ ഫംഗ്ഷൻ വേറെയും നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കമാൻഡാണ് സബ്പ്ലോട്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ plot.figure സേവ് ചെയ്യുന്നു. ഇതിന്റെ അർത്ഥം ക്രിയേറ്റിംഗ് എ പ്ലോട്ട് ഫിഗർ എന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് രണ്ട് പാനൽ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ plot.subplot ഉപയോഗിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം 2,1,1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതെന്ന് പറയുന്നത് ഇതിന്റെ റോ കോളം പാനൽ നമ്പർ ആണ്. സിമിലർലി രണ്ടാമത് നമ്മൾ പ്രിന്റ് ചെയ്യുമ്പോൾ റോയും കോളം അതുപോലെ തന്നെ കൊടുത്തിട്ടുണ്ട്, പക്ഷെ പാനൽ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, കോസ് ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ഇത് പ്ലോട്ട് ചെയ്ത് റൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ടാണ് താഴെ കൊടുത്തേക്കുന്നത്. ആദ്യം വന്നേക്കുന്നത് നിങ്ങളുടെ സൈൻ ഫംഗ്ഷൻ ആണ്, രണ്ടാമത് വന്നേക്കുന്നത് നിങ്ങളുടെ കോസ് ഫംഗ്ഷൻ ആണ്. plot.subplot പ്രധാനമായിട്ട് രണ്ട് ആൾക്കാരെ അല്ലെങ്കിൽ രണ്ട് രീതിയിലുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും. അതൊന്ന് ആക്സിസ് ആണ്, ഒന്ന് ഫിഗർ ആണ്. ഫിഗർ നമ്മൾ ഓൾറെഡി കണ്ടു. നിങ്ങൾക്ക് ഫിഗർ ആയിട്ട് സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഈ AX പ്രധാനമായിട്ട് നമ്മൾ കൊടുത്തേക്കുന്നത് ആക്സിസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ രണ്ട് ആക്സിസ് ആണ് നമ്മൾ ഇവിടെ പറയുന്നത്. രണ്ട് ആക്സിസിനെ നമ്മൾ വിളിക്കുന്നത് അതിന്റെ ഇൻഡെക്സ് വെച്ചിട്ടാണ്, ആക്സിസ് 0യും ആക്സിസ് 1ഉം. ഒരേ സബ്പ്ലോട്ടിൽ തന്നെ രണ്ടാൾക്കാരുണ്ട്, സൈൻ ഫംഗ്ഷനും ഉണ്ട് കോസ് ഫംഗ്ഷനും ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് AX(0) എന്ന് വിളിച്ചിട്ട് നിങ്ങൾക്ക് അതിന്റെ സൈൻ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. axis(1) കൊടുത്തിട്ട് നിങ്ങൾക്ക് കോസ് ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് മുന്നേ പ്ലോട്ട് ചെയ്ത പോലത്തെ രീതിയിലുള്ള പ്ലോട്ടുകൾ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ ഒരു കമന്റ് പ്രത്യേകം ഓർക്കുക, കാരണം ഇത് നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ രീതിയിലുള്ള കമന്റ് നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇനി പല രീതിയിലുള്ള ഗ്രിഡുകൾ കൊടുക്കാം. അപ്പൊ അതിനു വേണ്ടി ഉപയോഗിക്കുന്ന കമന്റ് ആണ് style.use എന്ന് പറയുന്നത്. പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമ്മളൊരു പ്രത്യേക രീതിയിലുള്ള ഗ്രിഡിനെ വിളിക്കുന്നു. നിങ്ങളത് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള ഗ്രിഡ് ആയിരിക്കും കിട്ടുക. ഇനി നിങ്ങൾ വീണ്ടും നിങ്ങളുടെ സൈൻ ഫംഗ്ഷൻ നിങ്ങൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ആ ഗ്രിഡിൽ വരും. ഇത് കുറച്ചുകൂടി കൺവീനിയന്റ് ആണ്, കാരണം കുറച്ചും മുമ്പ് വെറും ഗ്രാഫ് മാത്രമേ ഉള്ളായിരുന്നു. നമ്മളൊരു ഗ്രിഡിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി അതിന്റെ ഇൻഫോർമേഷൻസ് കുറച്ചുകൂടി ക്ലിയർ ആണ്. അപ്പൊ നമ്മൾ ഈ രീതിയിലും ചിലപ്പം പ്ലോട്ട് ചെയ്യാറുണ്ട്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നത്. ഒന്ന് പ്ലോട്ടിങ്, രണ്ടാമത്തത് സബ് പ്ലോട്ടിങ്, പിന്നെ ആക്സസ് വെച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഇത്രയും 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇനി നമുക്ക് പ്ലോട്ടിന് ഏതൊക്കെ ഓപ്ഷൻസ് കൊടുക്കാന്നുള്ളതാണ്. അതായത് കളർ ലൈൻസ് ആയിക്കോട്ടെ, സ്റ്റൈൽസ് ആയിക്കോട്ടെ, നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ കുറച്ചൊരു സമ്മറിയാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ നമ്മൾ വീണ്ടും പല ഫങ്ഷൻസിനെ പ്ലോട്ട് ചെയ്യുന്നു, പല രീതിയിലുള്ള കളേഴ്സ് നമ്മൾ കൊടുക്കുന്നു. അത് ഏതൊക്കെ രീതിയിൽ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. ഉദാഹരണത്തിന് ആദ്യം തന്നെ ബ്ലൂ ഡയറക്റ്റ് നമ്മൾ കളർ ബൈ നെയിം എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷനാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത് കളറിന് തന്നെ കളർ കോഡ് ഉണ്ട്, ഓരോ കളറിനും ഷോർട്ട് കട്ട് ഉണ്ട്. പ്രധാനമായിട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാം RGB CMYR. ഇതെല്ലാം ഓരോ കളേഴ്സിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഷോർട്ട് കട്ടുകളാണ്. അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇനി നിങ്ങൾക്ക് സ്കെയിൽ ഉപയോഗിക്കാം. ഗ്രേ സ്കെയിൽ 0 to 1 അതാണ് അതിന്റെ റേഞ്ച്. ഗ്രേ ടു കളർ ആ ഒരു റേഞ്ച് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ രീതിയിൽ പ്ലോട്ട് ചെയ്യാം. ഹെക്സ് കോഡ് ഉപയോഗിക്കാം. ഇനി അതല്ലെങ്കിൽ റെഡ് ഗ്രീൻ ബ്ലൂ വാല്യൂസിനെ നമുക്കൊരു ടെപ്പിളായിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ HTML കളേഴ്സും സപ്പോർട്ടഡ് ആണ്. ഈ രീതിയിലൊക്കെ പല രീതിയിൽ നമുക്ക് ഇതിനെ കളേഴ്സിനെ നമുക്ക് കോൾ ചെയ്ത് പ്ലോട്ട് ചെയ്യാവുന്നതുള്ളൂ. നമുക്കിതൊന്ന് റൺ ചെയ്ത് നോക്കാം. ഇവിടെ നമ്മൾ ഓരോ കളറും ഏതാണെന്ന് കൊടുത്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ രീതിയിൽ പല രീതിയിൽ പ്ലോട്ട് ചെയ്ത് വന്നിരിക്കുന്നത്. പക്ഷെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇതിൽ ഓരോ ആൾക്കാരെയും ശരിക്കും താഴെ നമുക്ക് പ്ലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലൈൻ സ്റ്റൈൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ലൈൻ സ്റ്റൈൽ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ട കോഡ് എന്ന് പറയുന്നത് ലൈൻ സ്റ്റൈൽ ഈക്വൽ ടു ഏതാണോ നിങ്ങളുടെ ടൈപ്പ് വേണ്ടത് അത് നിങ്ങൾക്ക് കൊടുക്കാം. അതിൽ തന്നെ സോളിഡ് ഉണ്ട്, ഡാഷ്ഡ് ഉണ്ട്, ഡോട്ടഡ് ഉണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് ഗ്രാഫ് പ്ലോട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് നോക്കാം.
ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം സോളിഡ് വന്നിട്ടുണ്ട്, ഡാഷ്ഡ് വന്നിട്ടുണ്ട്, ഡോട്ടഡ് വന്നിട്ടുണ്ട്. ലൈൻ സ്റ്റൈലിനുള്ള ഓപ്ഷൻ കൊടുക്കുമ്പോൾ പല രീതിയിൽ നമുക്കത് പ്ലോട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി കൊടുത്തേക്കുന്നത് ലൈൻ സ്റ്റൈലും അതുപോലെ തന്നെ കളർ കോഡും കൂടി കമ്പൈൻഡ് ചെയ്തിട്ടുള്ള ഓപ്ഷൻസ് ആണ്. നിങ്ങൾക്ക് നോക്കി അറിയാം, നമ്മൾ ഷോർട്ട് കട്ട് കൊടുക്കുന്നുണ്ട് ഗ്രീനിന് വേണ്ടിയിട്ടുള്ള, അതേസമയം നമ്മൾ അതിന്റെ കൂടെ ഏത് ടൈപ്പാണ് പ്ലോട്ട് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടി കൊടുക്കും. ഇപ്പൊ രണ്ടും സെപ്പറേറ്റ് കമന്റ് ആയിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഒറ്റ ട്രിപ്പിൽ തന്നെ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നു. റിസൾട്ട് നോക്കി അറിയാം, ഒറ്റ ട്രിപ്പ് തന്നെ നിങ്ങൾക്ക് അതിന്റെ കളറും അതിന്റെ സ്റ്റൈലും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇനി കാണാൻ പോകുന്നത് പ്ലോട്ട് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാന്നുള്ളതാണ്. അതായത് പലപ്പോഴും നമുക്ക് ട്രിം ചെയ്യേണ്ടതായിട്ടുണ്ടാവും ഗ്രാഫിൽ, അല്ലെ, പർട്ടിക്കുലർ ലിമിറ്റ് വെച്ചിട്ട് നമുക്ക് ട്രിം ചെയ്യേണ്ടതായിട്ടുണ്ടാവും. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കമാൻഡ് ആണ് എക്സ് ലിം അല്ലെങ്കിൽ വൈ ലിം. അപ്പൊ അത് ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അവിടെ ഉദ്ദേശിക്കുന്നത്. റിസൾട്ട് നോക്കി അറിയാം, നിങ്ങളുടെ എക്സ് വാല്യൂ വാരി ചെയ്യുന്നതും വൈ വാല്യൂ വാരി ചെയ്യുന്നതും നമ്മൾ കൊടുത്ത അതേ സ്പെക്കിൽ വന്നിട്ടുണ്ട്. എക്സ് വാരി ചെയ്യുന്നത് -1 to 11 ആണ്, അതുപോലെ തന്നെ വൈ വാരി ചെയ്യുന്നത് -1.5 to 1.5. അപ്പൊ നിങ്ങളുടെ ഗ്രാഫിന്റെ ലിമിറ്റ്സ്, എക്സ് ആക്സിസിന്റെയും വൈ ആക്സിസിന്റെയും ലിമിറ്റ്സ് ഈ രീതിയിൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെ ഒറ്റ ട്രിപ്പിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ആണ് പ്ലോട്ട് ഡോട്ട് ആക്സിസ്. അപ്പം ഇവിടെ കുറച്ചു മുമ്പ് കൊടുത്ത അതേ റിസൾട്ട് തന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യേണ്ടതാണ്. നമ്മൾ പ്രിന്റ് ചെയ്ത് നോക്കാം. കുറച്ചു മുമ്പ് കിട്ടിയ അതേ റിസൾട്ട് തന്നെയാണ് നമ്മൾ കിട്ടുന്നത്. ഫോർമാറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ കൊടുക്കേണ്ടത് എക്സ് മിനിമം, എക്സ് മാക്സിമം, വൈ മിനിമം, വൈ മാക്സിമം എല്ലാം കൂടി ഒരു ലിസ്റ്റ് ആയിട്ട് ഇതിൻ്റെ അകത്തേക്ക് കൊടുക്കുന്നു, പ്ലോട്ട് ഡോട്ട് ആക്സിസിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ ചെയ്താലും നമുക്ക് ആക്സസിന്റെ ലിമിറ്റ്സ് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതും. ഇത്രയും നേരം നമ്മൾ പ്ലോട്ട് ചെയ്തു എന്നുള്ളൂ, നമ്മളൊന്നും ലാബിൽ ചെയ്തിട്ടില്ല. അപ്പം ലാബിൽ ചെയ്യാതെ നമുക്കൊരു ഗ്രാഫിൽ മീനിങ് ഫുൾ അല്ല. നമുക്ക് ഇവിടെ കോൺസെപ്റ്റ് അറിയാവുന്നതുകൊണ്ടാണ് സൈൻ തീറ്റ കോസ് തീറ്റ ഒക്കെ പറയാൻ പറ്റിയത്. പക്ഷെ നമ്മൾ ഒരു കാര്യം പ്ലോട്ട് ചെയ്യുമ്പോൾ, ഒരു ഡാറ്റ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലേബലിംഗ് ഇല്ലാതെ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും മനസ്സിലാവില്ല. അപ്പൊ എങ്ങനെയാണ് നമുക്ക് പ്ലോട്ടിൽ ലേബൽ ചെയ്യാന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആളാണ് ലേബൽ ഈക്വൽ ടു. അപ്പൊ നിങ്ങൾ പ്ലോട്ട് ചെയ്യുന്നതിന്റെ ഉള്ളിൽ തന്നെ നിങ്ങൾ ലേബൽ എന്ന് പറയുന്ന ഒരു കമന്റ് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലാബിൽ ചെയ്ത് കിട്ടുന്നതാണ്. അതുപോലെ തന്നെ പ്ലോട്ട് ഡോട്ട് ആക്സിസ് ഈക്വൽ ടു ഈക്വൽ എന്നാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അതെന്താന്നുള്ളത് നമ്മൾ പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. ആൻഡ് പ്ലോട്ട് ഡോട്ട് ലെഗൻഡും നമ്മൾ കൊടുക്കുന്നുണ്ട്. നമുക്കിതൊന്ന് ആദ്യം ഒന്ന് പ്ലോട്ട് ചെയ്യാം. മുന്നേ പ്ലോട്ട് ചെയ്തതിൽ നിന്നുള്ള ഒരു പ്രധാന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതിന്റെ ലേബലിംഗ് വന്നിട്ടുണ്ട്. സൈൻ തീറ്റ ഏതാണ്, കോസ് തീറ്റ ഏതാണെന്ന് കൃത്യമായിട്ട് ഉള്ള ഇൻഫോർമേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ പ്ലോട്ട് ഡോട്ട് ആക്സസ് ബേസിക്കലി ഇതിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോ കീപ്പ് ചെയ്യാണ്. അപ്പൊ അത് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഇതേ സെയിം സാധനം നമ്മൾ ഈ ഒരു ഓപ്ഷൻ ഇല്ലാതെ പ്രിന്റ് ചെയ്യുന്നു. നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, വിഡ്ത്ത് വൈസ് വല്ലാതെ ഒതുങ്ങിയ പോലെ നിങ്ങൾക്ക് കാണാം. അപ്പം നമ്മൾ പ്ലോട്ട് ഡോട്ട് ആക്സസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ആസ്പെക്ട് റേഷ്യോ കീപ്പ് ചെയ്തിട്ട് അത് നമുക്ക് പ്ലോട്ട് ചെയ്ത് കാണിച്ചു തരുന്നതാണ്. അതിനാണ് നമ്മൾ പ്ലോട്ട് ഡോട്ട് ആക്സസ് ഈക്വൽ ടു ഈക്വൽ എന്ന് കൊടുക്കുന്നത്. ബേസിക്കലി ഇതും നമ്മുടെ കൺവീനിയൻസ് ആണ്, അല്ലെ, വിഷ്വലൈസേഷൻ. നമുക്ക് ഈ രീതിയിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി കൺവീനിയന്റ് ആണ്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്ലോട്ട് ഡോട്ട് ആക്സിസ് ഈക്വൽ ടു ഈക്വൽ എന്നുള്ളത് കൊടുക്കുന്നത്. നമ്മളിപ്പം കളറ് കണ്ടു, ലൈൻ വിഡ്ത്ത് കണ്ടു, അതുപോലെ തന്നെ ആക്സിസിനെ കുറിച്ച് മനസ്സിലാക്കി. നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ശരിക്കും അവൈലബിൾ ആണ്. ഇത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലോട്ട് ഡോട്ട് PLT പോവുക, ഈ ബ്രാക്കറ്റ് കഴിഞ്ഞിട്ട് ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്യുക. ഷിഫ്റ്റ് ടാബ് പ്രസ് ചെയ്യുമ്പോൾ അതിൻ്റെ അകത്ത് ഉള്ള ഹെൽപ്പ് മുഴുവൻ കിട്ടുന്നതാണ്. അപ്പൊ നമുക്ക് ആ പ്ലസ് സിമ്പിൾ ഇപ്പൊ ഞാൻ ചെയ്ത പോലെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഫുൾ ഇൻഫർമേഷൻ കിട്ടുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് അത് കൂടുതൽ ഡീറ്റെയിൽ വായിച്ചു നോക്കാം. അപ്പൊ എന്തൊക്കെ ഓപ്ഷൻസ് ആ ബ്രാക്കറ്റിനുള്ളിൽ കൊടുക്കുക എന്നുള്ളതിന്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ഹെൽപ്പിൽ കിട്ടുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം ഏതൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസ് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓരോ പ്രാവശ്യം നമ്മൾ പുതിയ പുതിയ ഓപ്ഷൻസ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആവും, അല്ലെങ്കിൽ നമുക്ക് തന്നെ വരുന്ന ഒരു ചോദ്യമാണ് എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ഇൻവോൾവ് ചെയ്യാം, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം എന്നുള്ള ഒരു ചോദ്യം നമുക്ക് തന്നെ വരുന്നതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് ഈ ഷിഫ്റ്റ് ടാബ് അടിച്ചിട്ട് നമുക്ക് ചെക്ക് ചെയ്യാവുന്നതുള്ളൂ ഏതൊക്കെ രീതിയിലുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണെന്നുള്ളത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. അപ്പൊ കൂടുതൽ ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഉദാഹരണത്തിന് മാർക്കർ സൈസ് നിങ്ങൾക്ക് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ പ്രിസൈസ് ആയിട്ട് പ്ലോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മാർക്കറിന്റെ ഫേസ് കളർ, അതുപോലെ തന്നെ എഡ്ജ് കളർ, ഈ രീതിയിലുള്ള പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് നമുക്ക് പാസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതൊന്ന് പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. പക്ഷേ നമ്മുടെ ഗ്രാഫ് ഒരുപാട് വ്യത്യാസമുണ്ട് മുന്നേ പ്ലോട്ട് ചെയ്തതിനേക്കാളും. കാരണം നമ്മൾ വൈറ്റ്, ഗ്രേ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കളേഴ്സ് ആണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അതുകൊണ്ടാണ് ഈ രീതിയിൽ പ്ലോട്ട് ചെയ്തേക്കുന്നത്. ഡീഫോൾട്ട് ആയിട്ട് ബ്ലൂ എടുത്തായിരുന്നു, പക്ഷെ നമ്മളത് പ്രിസൈസ് ആയിട്ട് ഇൻഫർമേഷൻസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്രാവശ്യം വേറൊരു ഡിഫറൻസ് വന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്കർ സൈസ് വന്നിട്ടുണ്ട് 15 എന്നുള്ളത്. 15 കുറച്ച് അധികം തോന്നുന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു 3 കൊടുത്തു നോക്കാം. 3 വളരെ ചെറുതായി പോയി. ലെറ്റ്സ് സേ 10.
ഇത് ഓക്കെ തോന്നുന്നു. ഇപ്പൊ നമുക്ക് ഇതുപോലെ മാർക്കർ സൈസ് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഇൻഫോർമേഷൻസിനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പ്ലോട്ടിലേക്ക് വരുമ്പോൾ പല രീതിയിലുള്ള പ്ലോട്ടുകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളാണ് സ്കാറ്റർ പ്ലോട്ട്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബാർ പ്ലോട്ട്. ഇത് രണ്ടും നമുക്ക് കാണാം. മറ്റ് പ്ലോട്ടുകളുടെയൊക്കെ ഹെൽപ്പൊക്കെ ഓൾറെഡി അവൈലബിൾ ആണ്. നമ്മൾ അതിനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഭയങ്കര ബോറായിരിക്കും. അപ്പൊ നമ്മൾ അതിന്റെ ഡീറ്റെയിലേക്ക് നമ്മൾ പോകുന്നില്ല. പ്രധാനപ്പെട്ട 2-3 പ്ലോട്ട് നമ്മൾ പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഒരു ഇമേജിനെ നമുക്ക് മാറ്റ്പ്ലോട്ലിബ് വെച്ച് റീഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ഇത് പ്ലോട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കാണാൻ പോകുന്നത്. സ്കാറ്റർ പ്ലോട്ടിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ് ആണ് പ്ലോട്ട് ഡോട്ട് സ്കാറ്റർ. എക്സ് വൈ നമ്മൾ ഓൾറെഡി ഡിഫൈൻ ചെയ്തതാണ്. നിങ്ങൾക്ക് മറ്റ് ഇൻഫോർമേഷൻസ് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ മാർക്കറിന്റെ ഒരു ഇൻഫർമേഷൻ മാത്രം ഇവിടെ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനത് പ്ലോട്ട് ചെയ്യുന്നു. ഈ രീതിയിൽ നമുക്കത് പ്ലോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇതിനെയാണ് നമ്മൾ സ്കാറ്റർ പ്ലോട്ട് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് നേരത്തെ പോലത്തെ ലൈൻ പ്ലോട്ട് അല്ല നമ്മളിപ്പം ചെയ്തേക്കുന്നത്, സ്കാറ്റർ പ്ലോട്ട് ആണ്. പോയിന്റ്സ് മാത്രമേ ഉള്ളൂ. അടുത്ത പ്രധാനപ്പെട്ട ആളാണ് ബാർ പ്ലോട്ട്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കമാൻഡ് എന്ന് പറയുന്നത് ഡോട്ട് ബാർ ആണ്. ഇവിടെ 2 ടൈപ്പ് ഓഫ് ഡാറ്റ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ന്യൂമറിക്, മറ്റേതെന്ന് പറയുന്നത് സ്ട്രിങ് ആണ്, അല്ലെങ്കിൽ കാറ്റഗോറിക്കൽ ഡാറ്റ എന്ന് വേണമെങ്കിൽ പറയാം. പ്രധാനമായും ബാർ പ്ലോട്ട് നിങ്ങൾ എപ്പോഴാണ് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ഈ 2 ടൈപ്പ് ഓഫ് ഡാറ്റ വരുമ്പോഴാണ് കൂടുതൽ നമ്മൾ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ബാർ പ്ലോട്ട് ചെയ്യാറ്. ഇതിനകത്ത് നമുക്ക് കൊടുക്കുന്ന വേറൊരു കമന്റ് എന്ന് പറയുന്നത് വിഡ്ത്ത് ആണ്. ഇപ്പം വിഡ്ത്ത് നിങ്ങൾക്ക് ബേസിക്കലി ഈ 2 ബാറുകൾ തമ്മിലുള്ള ഗ്യാപ്പാണ്. ഇപ്പൊ നിങ്ങൾ കുറഞ്ഞ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഗ്യാപ്പ് കൂടുന്നതായിട്ട് കാണാം. 1 ആണ് കൊടുക്കുന്നതെങ്കിൽ ആ ഗ്യാപ്പ് കംപ്ലീറ്റ് ക്ലോസ് ആവും. ഇവിടെ കംപ്ലീറ്റ് ക്ലോസ് ആവും. അപ്പൊ നമുക്കൊരു കൺവീനിയൻസിന് വേണ്ടി നമ്മൾ വീണ്ടും നമ്മുടെ പഴയ വാല്യൂ 0.9ലേക്ക് തന്നെ പോവാം. അടുത്ത നമ്മൾ കാണാൻ പോകുന്നത് ഹിസ്റ്റോഗ്രാം ആണ്. ഹിസ്റ്റോഗ്രാം എന്താന്നുള്ളത് ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയണ്ടാവും. എത്രയാണ് സാമ്പിൾ വരുന്നത് എന്നുള്ളതിന്റെ കണക്കാണ് പറയുന്നത്. ഉദാഹരണം, ഈ ഒരു പർട്ടിക്കുലർ നമ്പർ, ഇത് 6 or 7 തോന്നുന്നു, ആ ഒരു നമ്പർ എത്ര പ്രാവശ്യം വരുന്നു. ഇപ്പൊ 2 പ്രാവശ്യം ഇവിടെ വരുന്നുണ്ട്. ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തേക്കുന്നത് നമുക്ക് 45 ആണ്. അത് 5 times വന്നിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിലുള്ള ഇൻഫർമേഷൻ കൂടുതൽ പ്രോബബിലിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നൊരു ഗ്രാഫാണിത്. കൂടുതൽ സാമ്പിളിങ്സ് നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. മെഷീൻ ലേണിംഗിന് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഹിസ്റ്റോഗ്രാം. അപ്പൊ അതാണ് നമ്മൾ ഇവിടെ പ്ലോട്ട് ചെയ്തിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് പ്ലോട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യുന്നു, നംപൈയിൽ നിന്ന് റാൻഡിറ്റിനെ വിളിക്കുന്നു. റാൻഡിറ്റ് എന്താണെന്നുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ്. അപ്പൊ നമ്മൾ റാൻഡം ആയിട്ട് ഒരു അറേ ക്രിയേറ്റ് ചെയ്യുന്നു. അതിന്റെ പേരാണ് സെറ്റ്. പിന്നെ ആ സെറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, പ്ലോട്ട് ഡോട്ട് ഹിസ്റ്റ് വെച്ചിട്ട് അതിന്റെ വിഡ്ത്തും അതുപോലെ തന്നെ ബിൻ സൈസും നമ്മൾ കൊടുത്തിട്ട് പ്ലോട്ട് ചെയ്യും. പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഈ രീതിയിലുള്ളൊരു ഗ്രാഫാണ് കിട്ടുക. ഇപ്പൊ ഇതിന്റെ അർത്ഥം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ 45ന്റെ അടുത്തുള്ള ആൾക്കാർ ഏകദേശം 5 വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ അറേ ഓൾറെഡി പ്രിന്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാം. പക്ഷെ ഇവിടെ 40, 41, 44, 45 ഇവിടെ ഓൾമോസ്റ്റ് 5 ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അതായിരിക്കണം ഇവിടെ 5 കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഡാറ്റയും നിങ്ങൾക്ക് ഈ ഗ്രാഫുമായിട്ട് നിങ്ങൾക്ക് തന്നെ ഒന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. റാൻഡമായി ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ ഡാറ്റയായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. നമ്മുടെ അറേ എന്ന് പറയുന്നത് റാൻഡമായിട്ട് ക്രിയേറ്റ് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഗ്രാഫും അതുപോലെ തന്നെ ഡാറ്റയും തമ്മിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. ഞാൻ ഇതിന്റെ ഒഫീഷ്യൽ സൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അവിടെ നിന്ന് പോയി നോക്കാം എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാളേഷനെ കുറിച്ചുണ്ട്. ഇൻസ്റ്റാളേഷൻ ഞാൻ പറഞ്ഞില്ല, കാരണം അനാക്കോണ്ടയിൽ മാറ്റ്പ്ലോട്ലിബ് ബൈ ഡിഫോൾട്ട് വരുന്നതാണ്. ഇനി വേണമെന്നുണ്ടെങ്കിൽ തന്നെ പിപ്പ് ഇൻസ്റ്റാൾ മാറ്റ്പ്ലോട്ലിബിൽ ചെയ്തിട്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതിന് ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. മാത്രമല്ല ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട് ഇവിടെ. എക്സാമ്പിൾ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള പ്ലോട്ടിങ്ങിനെ കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. നിങ്ങൾക്ക് ഏതാണ് വേണ്ടത്, ഏതാണ് കൺവീനിയന്റ്, ഓരോ ആപ്ലിക്കേഷനിൽ ഓരോ സമയത്ത് നമുക്ക് ഡിഫറെന്റ് പ്ലോട്ടാണ് വേണ്ടത്. അപ്പൊ ഈ എല്ലാ പ്ലോട്ടും നമ്മൾ പറയുന്നതിൽ കാര്യമില്ല. നിങ്ങൾ ജസ്റ്റ് പോയി നോക്കുക. നിങ്ങൾക്ക് ഏതെങ്കിലും സ്പെസിഫിക് പ്ലോട്ടിൽ സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് സോൾവ് ചെയ്ത് തരാവുന്നതേ ഉള്ളൂ. നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുവാണെങ്കിൽ നമുക്ക് അതിനുള്ള റിപ്ലൈ തരാവുന്നതേ ഉള്ളൂ. അപ്പൊ ഇവിടെ ഒരുപാട് ഇൻഫർമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ട്യൂട്ടോറിയൽസ് അവൈലബിൾ ആണ്. അപ്പൊ ഇവിടെ കുറച്ച് ട്യൂട്ടോറിയൽസും അവർ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഏതെങ്കിലും രീതിയിലുള്ള ഒരു പ്ലോട്ടിങ്ങിൽ സംശയം വരികയാണെങ്കിൽ ഈ ഒരു വെബ്സൈറ്റിൽ വന്നിട്ട് നിങ്ങൾക്ക് അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ബേസിക് ഫങ്ഷൻസിലേക്കൊന്നും നമ്മൾ ഇനി കൂടുതൽ പോകുന്നില്ല. നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ഇമേജിനെ നമുക്ക് പ്ലോട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം നമ്മൾ കൂടുതലും കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് മാറ്റ്പ്ലോട്ലിബ് സഹായമാവുന്നത് എന്നുള്ളതാണ് നമ്മൾ കൂടുതൽ കാണാൻ പോകുന്നത്. ഇമേജിനെ പ്ലോട്ട് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാൻ കമന്റ് ഡയറക്ടറി ഒന്ന് ചേഞ്ച് ചെയ്യുന്നു. കാരണം ബൈ ഡിഫോൾട്ട് ഉള്ള ഒരു ഡയറക്ടറി ആയിട്ട് എടുക്കുക. എനിക്ക് ഇമേജ് ഞാൻ സ്റ്റോർ ചെയ്യുന്നത് വേറൊരു ഫോൾഡറിലാണ്. അപ്പൊ ഞാൻ എൻ്റെ ഫോൾഡർ പാത്താണ് ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ജൂപ്പിറ്റർ ഇവിടെ എത്തിയിട്ടുണ്ട്, നമ്മുടെ ആ പർട്ടിക്കുലർ ഫോൾഡറിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് നമ്മൾ പാത്ത് കൊടുത്തില്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈ ഡിഫോൾട്ട് പാത്ത് എടുക്കും. അവിടെ നിങ്ങൾക്ക് ഇമേജ് ഉണ്ടാവില്ല. അതുകൊണ്ട് എറർ കിട്ടാൻ സാധ്യതയുണ്ട്.
ശ്രദ്ധിക്കുക, നമ്മൾ ഉപയോഗിക്കുന്ന കമന്റ് ആദ്യം തന്നെ plot.imread. imread എന്നുള്ളത് ഇമേജ് റീഡ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. lena.png എന്ന് പറയുന്ന ഇമേജ് ഈ ഒരു ഫോൾഡറിലുണ്ട്. അപ്പോൾ അതിനെ നമ്മൾ റീഡ് ചെയ്യുന്നു. നമ്മൾ അതിന്റെ കുറച്ച് ബേസിക് ഇൻഫോർമേഷൻസിനൊക്കെ നമ്മൾ പ്രിന്റ് ചെയ്യുന്നു. അല്ല, ആദ്യം തന്നെ നമ്മൾ ഇമേജ് തന്നെ പ്രിന്റ് ചെയ്ത് നോക്കുന്നു എന്താണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതിന്റെ ടൈപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു, പിന്നെ അതിന്റെ ഷേപ്പ് ഒന്ന് പ്രിന്റ് ചെയ്യുന്നു, പിന്നെ അത് നമ്മൾ ഷോ ചെയ്യാൻ വേണ്ടി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് plot.im_show image എന്നുള്ളത് കൊടുക്കുന്നു. ഇതൊന്ന് നമുക്ക് റൺ ചെയ്ത് നോക്കാം. നമ്മൾ ആദ്യം പ്രിന്റ് ചെയ്തത് ഇമേജ് ആണ്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇന്റേണലി എന്താണ് എടുക്കുന്നത്, അതിന്റെ നമ്പേഴ്സ് ആണ്, അത് അറേസ് ആണ്. പിന്നെ ടൈപ്പ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം, ഇതിന്റെ ടൈപ്പ് എന്ന് പറയുന്നത് numpy ആണ്. അപ്പൊ numpyയും matplotlibഉം വളരെ ക്ലോസ് ആണ്. matplotlib ബിൽഡ് ചെയ്തേക്കുന്ന തന്നെ numpyന്റെ മോളാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു ഇമേജ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ബേസിക് ടൈപ്പ് എന്ന് പറയുന്നത് numpy അറേ ആയിരിക്കും. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ്. പിന്നെ അതിന്റെ ഷേപ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, 512, 512, 3. ഷേപ്പിനെ കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ numpy പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു. റോ കോളം 3 എന്ന് പറയുന്നത് ഇത് കളേർഡ് ഇമേജ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു 3 ഡയമെൻഷണൽ അറേ ആണ്. അതുകൊണ്ട് തന്നെ RGB ലെയേഴ്സ് സ്റ്റാക്ക് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ 3 വരുന്നതെന്ന് പറഞ്ഞു. ആൻഡ് matplotlibൽ നിങ്ങൾ ഇമേജ് പ്ലോട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ആക്സസും കിട്ടുന്നുണ്ട്. ആക്സസിൽ വളരെ കൃത്യമാണ് 512 എന്നുള്ളത് ഇവിടെ കാണാം. അതുപോലെ തന്നെ വെർട്ടിക്കലി നിങ്ങൾക്ക് 512 കാണാം. പിന്നെ 3 എന്ന് പറയുന്നത് അത് സ്റ്റാക്ക് ചെയ്ത് 1 ബിഹൈൻഡ് ദി അതർ ആവുകൊണ്ട് നിങ്ങൾ അത് ശരിക്കും ഇവിടെ കാണില്ല. പക്ഷെ ആ ചാനൽസ് 3 ചാനൽസും കൂടി ക്ലബ് ചെയ്തിട്ടാണ് ഈ ഒരു തരത്തിലുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ടതായി ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ ആക്സിസ് തുടങ്ങുന്നതാണ്. നമ്മൾ സാധാരണ തുടങ്ങുമ്പോൾ ഈ ഒരു കോർണറിലാണ് തുടങ്ങുക. പക്ഷെ നിങ്ങൾക്ക് 0 തുടങ്ങുന്നത് മുകളിൽ നിന്നാണ്. അപ്പൊ ഇത് എന്തിനാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഈ ഇമേജിനെ ചോപ്പ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഈ ഒരു ഇമേജിൽ നിന്ന് നമുക്ക് ഈ ഒരു ഫേസിന്റെ ഭാഗം മാത്രം കട്ട് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ രീതിയിലുള്ള ഇൻഫോർമേഷൻസ് ആവശ്യമാണ്. അപ്പൊ അത് നമ്മൾ കൂടുതൽ ഭാവിയിൽ കൈകാര്യം ചെയ്യാൻ പോണ കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നുള്ളൂ. പ്രധാനമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്, ഇമേജ് എന്ന് പറയുന്നത് അതിന്റെ ബാക്ക്ഗ്രൗണ്ട് numpy തന്നെയാണ്. കളേർഡ് ഇമേജ് ആണെങ്കിൽ 3 ചാനൽസ് ഉണ്ടാവും. നമ്മൾ ഷേപ്പ് പ്രിന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിന്റെ റോസും കോളംസും അതുപോലെ തന്നെ അതിന്റെ ചാനൽസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും നമുക്ക് കിട്ടുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊന്ന് അറിഞ്ഞു വെക്കേണ്ടത്. ഇനി നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും, എപ്പോഴും പാത്ത് ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ഉണ്ടാവും. അപ്പൊ ഞാൻ പൊതുവെ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ആദ്യം തന്നെ ഈ പാത്ത് ഡിഫൈൻ ചെയ്ത് വെക്കുന്നു. ഓക്കെ, അതൊരു വേരിയബിളിലേക്ക് സ്റ്റോർ ചെയ്യുന്നു. അപ്പൊ എപ്പോഴും എനിക്ക് ഇമേജ് പ്ലോട്ട് ചെയ്യുമ്പോൾ എല്ലാ പ്രാവശ്യം ഞാൻ ഇങ്ങനെ ഡയറക്ടറി മാറ്റി കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ ആ ഡയറക്ടറിയുടെ പാത്ത് മാറ്റി കൊടുക്കുന്നു ഇവിടെ. അപ്പൊ ഓട്ടോമാറ്റിക്കലി കറണ്ട് പാത്ത് എന്നുള്ള ഒരു വേരിയബിളിലേക്ക് അത് സ്റ്റോർ ചെയ്യുന്നു. ഈ 6 കൊടുത്തേക്കുന്നത് ചില സമയത്ത് ഇത് റീഡ് ചെയ്യില്ല. കാരണം ഈ ഒരു സ്ലാഷ് ഒന്നും ചിലപ്പോൾ മനസ്സിലായിക്കൊള്ളുന്നില്ല. ഇത് ഒറ്റ പാത്താണ്, ഒരു ടൈപ്പ് ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 6 കൊടുക്കുന്നത്. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇമേജ് ഫയലിന്റെ പേര് കൊടുക്കുന്നു. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ചെയ്യേണ്ട ഇമേജ് എന്ന് പറയുന്നത് lena.png ആണ്. അപ്പോൾ ഇത് കൊടുക്കുന്നു. നാളെ വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഇമേജ് ആണ് നിങ്ങൾക്ക് പ്ലോട്ട് ചെയ്യേണ്ടതെങ്കിൽ നിങ്ങൾക്ക് ആ പേര് അവിടെ കൊടുക്കാം. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ 2 പാത്തും തമ്മിൽ ജോയിൻ ചെയ്യുന്നു, ഒരു സിംഗിൾ പാത്ത് ആക്കി എടുക്കുന്നു. അപ്പൊ ഞാൻ ഇവിടെ വേണമെങ്കിൽ പ്രിന്റ് ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ പ്രിന്റ് ചെയ്യുമ്പോൾ എക്സാക്ട്ലി നമുക്ക് വേണ്ട ഇമേജിലേക്കുള്ള പാത്ത് ഒറ്റ ട്രിപ്പിൽ കിട്ടുന്നുണ്ട്. അപ്പൊ നാളെ നിങ്ങൾക്ക് വേറൊരു പാത്ത് നിന്ന് വേറൊരു ഇമേജ് എടുക്കണം എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ പാത്തും ഇമേജും മാറി കൊടുത്താൽ മതി. നമുക്ക് ജോയിൻ പാത്ത് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഈ ജോയിൻ പാത്തിന് നേരെ നിങ്ങൾക്ക് plot.imreadലേക്ക് കൊടുക്കുക, എന്നിട്ട് ഇമേജ് ഷോ ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് പ്രിന്റ് ചെയ്താലും നമുക്ക് മുന്നത്തെ റിസൾട്ട് തന്നെ കിട്ടുന്നതാണ്. ഇത് പലപ്പോഴും ഉപകാരമാണ് ഈ രീതി ചെയ്യുന്നത്. കാരണം നമുക്ക് ഇനി പല ഫോൾഡേഴ്സിൽ നിന്ന് ഡാറ്റ റീഡ് ചെയ്യേണ്ടതായിട്ട് വരും, ഓട്ടോമേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ആ സമയത്തൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. ആലോചിക്കാൻ, നിങ്ങൾക്ക് പല ഫോൾഡേഴ്സിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ കോഡ് പല ഇമേജസിനെ വിളിക്കേണ്ടതായിട്ടുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോൾ അത് ഓട്ടോമേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്തൊക്കെ നമുക്ക് ഈ രീതിയിൽ ഡിഫൈൻ ചെയ്യുന്നത് വളരെ ഹെൽപ്ഫുൾ ആണ്. നമ്മൾ അത്രയും കാര്യങ്ങളിലേക്ക് കൂടുതൽ പിന്നീട് വരുന്നതാണ്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് പറഞ്ഞു തന്നുള്ളൂ. സോ ഇന്നത്തെ സെഷൻ നമ്മളിവിടെ നിർത്തുവാണ്. മാറ്റ്പ്ലോട്ലിബിൽ ഒരുപാടുണ്ട്. നിങ്ങൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈബ്രറിയാണ് പാണ്ടാസ്. അപ്പം പാണ്ടാസ് എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്തൊക്കെയാണ് പാണ്ടാസിന്റെ ഫീച്ചേഴ്സ് ആൻഡ് ഫങ്ഷനാലിറ്റീസ് എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണുന്നതാണ്. നമ്മൾ ഒരുപാട് ഇൻഫോർമേഷൻസ്, ഒരുപാട് കണ്ടന്റ് കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് നിങ്ങൾക്ക് ഈ ക്ലാസ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്, ഹെൽപ്ഫുൾ ആണോ, ഏത് രീതിയിലാണ് മാറ്റം വരുത്തേണ്ടത്, അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ദയവ് ചെയ്തിട്ട് കമന്റ് ബോക്സിൽ ഒന്നിടുക. സോ താങ്ക് യു ഫോർ വാച്ചിങ് മീ. വെയിറ്റ് ഫോർ മൈ നെക്സ്റ്റ് എപ്പിസോഡ്.